ഒരു വർഷത്തെ സ്ഥിരം നിക്ഷേപത്തിന് 14% പലിശ. പത്തനംതിട്ട പുല്ലാട്ടെ ജിയാൻജി ഫിനാൻസ് എന്ന സ്ഥാപനം നിക്ഷേപകർക്ക് മോഹന വാഗ്ദാനമാണ് നൽകിയത്. ഇങ്ങനെ 10,000-കണക്കിന് ആളുകളിൽ നിന്നും സമാഹരിച്ചത് 300 കോടിയിലധികം രൂപ. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ വ്യക്തികൾ തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും സ്വരൂപിച്ച ലക്ഷങ്ങളുമായി ഉടമകൾ നാടുവിട്ടിട്ട് ഒരാഴ്ച പിന്നിടുന്നു. അതിനിടെ ഉടമ ഗോപാലകൃഷ്ണനടക്കം 4 പ്രതികളും മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പ് കേസിൽ സമരം ശക്തമാക്കാൻ നിക്ഷേപകർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ജിയാൻജി ഫിനാൻസ് ഉടമ ഗോപാലകൃഷ്ണന്റെ വീടിന് മുൻപിൽ പ്രതിഷേധമായി എത്തിയത്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 18 ആക്ഷൻ കൗൺസിലുകളാണ് വിവിധ ജില്ലകളിലായി രൂപീകരിച്ചിരിക്കുന്നത്. നിയമ പോരാട്ടവും സമരവും ശക്തമാക്കാനാണ് പുതിയതായി തെരഞ്ഞെടുത്ത കമ്മിറ്റിയുടെ തീരുമാനം. ഈ പൈസ നഷ്ടപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ എൻ്റെ വസ്തുവും വീടും കൂടെ വിറ്റ പൈസയാണ് ഇദ്ദേഹം പ്രസാദിന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും വാങ്ങിയത്. എൻ്റെ ഭാര്യയുടെ പേരിലാണ് ഇരിക്കുന്നത്. മാസം 10,000 രൂപ വേണം മരുന്നിന് തന്നെ. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്നാൽ അന്നേരമെങ്കിലും ഈ പൈസ കുറച്ച് ഓപ്പറേഷൻ സമയത്ത് ചോദിക്കുമോ, മെച്ചറാകാത്ത തരത്തില്ല. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ 80-ലധികം പരാതികളാണ് ഫിനാൻസ് ഉടമകൾക്കെതിരെ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കേസുകളിൽ വ്യക്തമാകുന്നത്. 1 ലക്ഷം രൂപ മുതൽ 1.5 കോടി വരെ നഷ്ടപ്പെട്ടവരുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 പത്തനംതിട്ട.